തെരഞ്ഞെടുപ്പ് അടുത്ത സമയമാണ്. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിലാണെങ്കിലും വിഷയങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല. എങ്കിലും ഞാൻ കേവലം രാഷ്ട്രീയം മാറ്റിവെച്ച് നമ്മുടെ സാംസ്കാരിക നഭോമണ്ഡലത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു മഹാസംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഇന്നേ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാനം എന്താണെന്ന് വെച്ചാൽ പ്രമുഖ പദ്യരചയിതാവ് പ്രഭാവർമ്മയ്ക്ക് ഈ വർഷത്തെ സരസ്വതി സമ്മാൻ ലഭിച്ചിരിക്കുന്നു. ഈ സരസ്വതി സമ്മാൻ എന്ന് പറയുന്നത് ജ്ഞാനപീഠം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി മുന്തിയ ഒരു സമ്മാനമാണ്. KK ബിർള ഫൗണ്ടേഷൻ 1991 ഏർപ്പെടുത്തിയ ഈ പുരസ്കാരം വർഷത്തിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെയാണെങ്കിൽ ഓരോ വർഷവും ഓരോ ഭാഷയിലും ഓരോരുത്തർക്ക് കൊടുക്കും. ഉറുദുവിൽ ഇന്നയാൾക്ക്, ഹിന്ദിയിൽ ഇന്നയാൾക്ക്, മറാഠിയിൽ ഇന്നയാൾക്ക്, ഗുജറാത്തിൽ ഇന്നയാൾക്ക്, അങ്ങനെയാണ്. ഇതങ്ങനെയല്ല, ഒരു വർഷത്തിൽ ഒരാൾക്കേ കൊടുക്കൂ. 1991 ഈ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത് സുപ്രസിദ്ധ ഹിന്ദി സിനിമാ നടൻ അമിതാഭ് ബച്ചൻ്റെ പിതാവും ഹിന്ദിയിലെ പ്രമുഖ കവിയുമായിരുന്ന ഹരിവംശ് റായ് ബച്ചൻ്റെ ആത്മകഥയ്ക്കായിരുന്നു. ഹരിവംശ് റായ് ബച്ചനിലാണ് ഹരിശ്രീ കുറിച്ചത്. അങ്ങനെ തുടങ്ങി വച്ച ഈ പുരസ്കാരം മലയാളത്തിൽ നിന്ന് ഇതിനു മുമ്പ് 3 പേർക്ക് കിട്ടിയിരുന്നു. ആദ്യം കിട്ടിയത് ബാലാമണി അമ്മയ്ക്കാണ്. രണ്ടാമത് കിട്ടിയത് നമ്മുടെ അയ്യപ്പ പണിക്കർ സാറിനാണ്. മൂന്നാമത് കിട്ടിയത് സുഗതകുമാരി ടീച്ചർക്കാണ്. സുഗതകുമാരിക്ക് കിട്ടി 12 വർഷത്തിന് ശേഷം ഈ പുരസ്കാരം മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ്. അത് പ്രമുഖ പദ്യരചയിതാവായ പ്രഭാവർമ്മയ്ക്കാണ്. വർമ്മയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് കിട്ടാത്ത ഒരു അവാർഡോ ഒരു പുരസ്കാരമോ ഇനി ഈ ഭൂമി മലയാളത്തിലില്ല, മലയാളത്തിന് പുറത്തും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. അദ്ദേഹത്തിന് ആശാൻ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, വള്ളത്തോൾ സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഉള്ളൂർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കേരള സാഹിത്യ അക്കാദമിയുടെയും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ നാട്ടിൽ ഇതുവരെ ഏർപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി എന്തുണ്ട് എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് സരസ്വതി സമ്മാനവും ലഭിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കവിതകളിൽ, കവിത എന്ന് പറയാൻ പറ്റില്ല, പദ്യത്തിൽ കവിത വളരെ കുറവാണ്. പഴയ M കൃഷ്ണനായരുടെ ഒരു ശൈലി കടമെടുത്ത് പറഞ്ഞാൽ ഉമിക്കരി വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസാനുഭൂതിയാണ് ബഹുമാനപ്പെട്ട വർമ്മ സാറിൻ്റെ കവിതകളിലുള്ളൂ. ഉമിക്കരി വായിലിട്ട് ചവച്ചാൽ എന്ത് രസമാണ് ഉണ്ടാകുക, ആ രസം ഇദ്ദേഹത്തിൻ്റെ കവിതകൾ വായിച്ചാലും ഉണ്ടാവും. മലയാളത്തിൽ വലിയ വലിയ കവികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുമാരനാശാൻ ഉണ്ടായിട്ടുണ്ട്, വള്ളത്തോൾ ഉണ്ടായിട്ടുണ്ട്, ചെങ്ങമ്പുഴ ഉണ്ടായിട്ടുണ്ട്, നാലപ്പാട്ട് നാരായണമേനോൻ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് പോരുമ്പോൾ വൈലോപ്പള്ളിയുണ്ട്, ഇടശ്ശേരിയുണ്ട്, പിന്നീട് P കുഞ്ഞിരാമൻ നായരുണ്ട്, ശങ്കരക്കുറുപ്പുണ്ടായിരുന്നു, സുഗതകുമാരിയുണ്ട്, അങ്ങനെ G സുധാകരൻ വരെ ഉണ്ടായിട്ട്. അവരൊക്കെ കവിത വായിക്കുമ്പോൾ നമുക്കിത് കവിതയാണെന്ന് തോന്നും. ഇദ്ദേഹത്തിൻ്റെ കവിത വായിക്കുമ്പോൾ അതിലെ പദ്യം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇദ്ദേഹത്തോടൊപ്പം കിടപിടിക്കുന്ന ചില കവികൾ നമ്മുടെ നാട്ടിൽ പേരുണ്ട്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല. വലിയ സർക്കാർ ഉദ്യോഗത്തിൽ റിട്ടയർ ചെയ്തതിനു ശേഷം കവിത എഴുത്ത് ആരംഭിച്ച ചില സാഹിത്യകാരന്മാരുണ്ട്. ആ വിഭാഗത്തിലൊക്കെ മാറ്റി നിർത്തപ്പെടേണ്ടുന്ന ഒരു കവിയാണ് ഈ പ്രഭാവർമ്മ. അത് ദേശാഭിമാനിയിലെ ഒരു തുലിക തൊഴിലാളിയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാണ്. ആ നിലയിൽ ഏതാണ്ട് ചീഫ് സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളം കൈപ്പറ്റുന്ന ആളാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്ര അധികം അവാർഡുകൾ, പുരസ്കാരങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ സരസ്വതി സമ്മാനത്തിൽ വരെ അദ്ദേഹം എത്തിയിരിക്കും. നാലപ്പാട്ട് ബാലാമണി അമ്മയുടെയും സുഗതകുമാരിയുടെയും അയ്യപ്പ പണിക്കരുടെയും ഒക്കെ നിലവാരത്തിലുള്ള ഒരു കവിയാണ് പ്രഭാവർമ്മ എന്ന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, സ്തുതിഗായകർ പോലും പറയുകയില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ഇങ്ങനെ വീണ്ടും പുരസ്കാരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ബാക്കിയുള്ളത് ജ്ഞാനപീഠവും പത്മവിഭൂഷണവും മാത്രമാണ്. അതും വൈകാതെ കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വർമ്മയ്ക്ക് അത്ര അധികം പ്രായമില്ല. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യുകയാണെങ്കിൽ, ഇംഗ്ലീഷിലേക്കും ഫ്രഞ്ചിലേക്കും ബെൽജിയൻ ഭാഷയിലേക്കും ഡച്ചിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തേണ്ടുന്ന കൃതികളാണ് ഇദ്ദേഹത്തിൻ്റെ. അതെല്ലാം അനുഷ്ടുപ്പ് വൃത്തത്തിൽ തന്നെ ചെയ്യുകയും ചെയ്യണം. അതാണ് ബുദ്ധിമുട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് നൊബേൽ സാഹിത്യ സമ്മാനം കിട്ടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം വർമ്മയ്ക്കറിയാം ഏത് അവാർഡും എങ്ങനെ കരസ്ഥമാക്കണം എന്നുള്ളത്. ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിൽ അയച്ചത് ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടില്ലേ. പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും കരത്തിലാക്കാൻ കഴിവുള്ളവണ്ണം എന്നാണ് KC കേശവപിള്ള എഴുതിയത്. KC കേശവപിള്ളയുടെ പേരിലുള്ള അവാർഡ് ഇദ്ദേഹത്തിന് കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കും. ഏതായാലും പരിശ്രമം ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ്. വളരെ പരിശ്രമശാലിയും പരാക്രമശാലിയുമായ ഒരു
രാജകുടുംബാംഗമാണ് നമ്മുടെ വർമ്മ എന്നുള്ളതുകൊണ്ട് വർമ്മയ്ക്ക് ഇതിനേക്കാൾ വലിയ പുരസ്കാരങ്ങൾ അധികം വൈകാതെ കിട്ടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സരസ്വതി സമ്മാനത്തിൽ നിൽക്കുകയില്ല, ജ്ഞാനപീഠത്തിലും നിൽക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇനിയും നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടു ഇദ്ദേഹത്തിന് ഈ അവാർഡ് കിട്ടാൻ ഇടയായതിൽ സരസ്വതി ദേവിക്ക് ഉള്ള ഭാഗ്യത്തിൽ അസൂയ രേഖപ്പെടുത്തിക്കൊണ്ടു ഞാൻ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വർമ്മയ്ക്ക് ജയ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.